ഹായ് എവ്രി വൺ, വെൽക്കം ടു നീതൂസ് ക്ലാസ് റൂം. 7ാം ക്ലാസ് ബേസിക് സയൻസിലെ 10ാമത്തെ ചാപ്റ്ററായിട്ടുള്ള സേഫ് ഫുഡിൻ്റെ സെക്കൻഡ് പാർട്ടാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഈ ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ സേഫ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുന്നതിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചും അതേപോലെ പലതരത്തിലുള്ള അഡൾട്രേഷൻസിനെ കുറിച്ചും പറഞ്ഞു. അതേപോലെ തന്നെ നമ്മൾ കോമൺ ആയി ഉപയോഗിക്കുന്ന ചില സാധനങ്ങളിൽ അഡൾട്രേഷൻ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതും നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ പാർട്ട് കാണാത്തവർക്ക് വേണ്ടി ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം, എല്ലാവരും ഒന്ന് കണ്ടു നോക്കൂ. അപ്പോൾ നമുക്ക് സെക്കൻഡ് പാർട്ടിലേക്ക് കടന്നാലോ. നെക്സ്റ്റ് ടോപ്പിക്ക് സേഫ് സ്റ്റോറേജ് ഓഫ് ഫുഡ് ഐറ്റംസ്. We have been discussing the measures to be taken to ensure safety of food items while selecting them. Equally important is the preservation of food items. Why is preservation essential? Discuss the points given below. അപ്പോൾ നമ്മൾ സേഫായിട്ടുള്ള ഫുഡ് കഴിക്കണതും അതേപോലെ തന്നെ സേഫായിട്ടുള്ള അതിൻ്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യേണ്ടതും ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെയാണ് ഫുഡ് പ്രിസർവ് ചെയ്ത് വയ്ക്കുക. പ്രിസർവ് ചെയ്ത് വയ്ക്കുക എന്ന് വെച്ചാൽ കൂടുതൽ കാലം കേടുവരാതെ സൂക്ഷിച്ച് വയ്ക്കുന്നതിനെയാണ് പ്രിസർവേഷൻ എന്ന് പറയുക. അപ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. Many food items are produced at various places in different seasons, aren't they? Are they all consumed in the respective seasons themselves? അപ്പം ഓരോ പലതരത്തിലുള്ള ഫുഡ് ഐറ്റംസും ചില സീസണിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇയർ റൗണ്ട് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ടാവില്ല. അപ്പം നമുക്ക് ഒരു സീസണിൽ ഒരു സാധനം കിട്ടിക്കഴിഞ്ഞാൽ അത് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് അപ്പം തന്നെ കഴിച്ച് തീർക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ ചില സാധനങ്ങൾ നമ്മുടെ എല്ലാ ഏരിയയിലും അവൈലബിൾ ആയിട്ടുണ്ടാവില്ല. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ ചക്ക എടുക്കുകയാണെങ്കിൽ, ജാക്ക് ഫ്രൂട്ട് എടുക്കുകയാണെങ്കിൽ, ജാക്ക് ഫ്രൂട്ട് ഉണ്ടാകുന്ന പ്രത്യേക ഒരു സീസൺ ഉണ്ട് അല്ലേ? ആ സീസൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇത് അവൈലബിൾ ആയിട്ടുണ്ടാവില്ല. പക്ഷേ നമ്മൾ അതെന്ത് ചെയ്യും? പലതരത്തിൽ വർഷം മുഴുവൻ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പ്രിസർവ് ചെയ്ത് വയ്ക്കും. അതിനെ ജാം പോലെ ആക്കിയിട്ട് ചക്ക വരട്ടിയിട്ട് സൂക്ഷിക്കും. പിന്നെ അതിന് നമ്മൾ പല രീതിയിലുള്ള ഭക്ഷണ സാധനങ്ങൾ ഉണ്ടാക്കാനൊക്കെ പിന്നീട് ഇത് കിട്ടാത്ത സമയത്ത് എടുത്തിട്ട് ഉപയോഗിക്കും. Are the fruits, vegetables and other food items fully consumed at home on the same day of purchase itself? ഇനി അത് തന്നെ അല്ലെങ്കിലും നമ്മൾ സാധനങ്ങൾ കടയിൽ നിന്ന് വാങ്ങിക്കാറുണ്ട്, പലതരത്തിലുള്ള ഫ്രൂട്ട്സൊക്കെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കാറുണ്ട്. അത് അന്ന് തന്നെ നമുക്ക് ഫുള്ള് കഴിച്ച് തീർക്കാൻ പറ്റാറുണ്ടോ? അതേപോലെ ഇപ്പോൾ വെജിറ്റബിൾസ് ആണെങ്കിലും നമ്മൾ വാങ്ങിക്കുന്ന അന്ന് തന്നെ നമുക്ക് ഫുള്ളായിട്ട് ഇത് കഴിച്ച് തീർക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അതും കുറച്ച് നാളത്തേക്ക് അല്ലെങ്കിൽ കുറച്ച് ദിവസത്തേക്കൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കേണ്ട ആവശ്യം വരും. ഡു യു ഹാവ് ലെഫ്റ്റ് ഓവേഴ്സ് ഓഫ് കുക്ക്ഡ് ഫുഡ്? ഇനി നമ്മൾ വീട്ടിൽ പാകം ചെയ്യുന്ന ഭക്ഷണത്തിനെ കുറിച്ച് നോക്കുകയാണെങ്കിലോ, ചോറാണെങ്കിലും കറികളാണെങ്കിലും ഇതെല്ലാം നമ്മൾ അന്നന്നത്തേക്ക് മാത്രമായിട്ടാണ് ഉണ്ടാക്കുന്നത്? അല്ല, അതും ഇപ്പം നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? പല ദിവസങ്ങളിലേക്ക് നമ്മൾ പ്രിസർവ് ചെയ്ത് വെക്കാറുണ്ട്. അനലൈസ് ദീസ് ഇൻസ്റ്റൻസസ്, ഫൈൻഡ് ഔട്ട് ദ റീസൺസ് ഫോർ പ്രിസർവിങ് ഫുഡ് ഐറ്റംസ്. ഇനി ഇപ്പോൾ ഈ കാരണങ്ങൾ കൊണ്ട് നമ്മൾ എന്തൊക്കെ റീസണാണ് അല്ലെങ്കിൽ ഫുഡ് പ്രിസർവ് ചെയ്ത് വെക്കാൻ എന്തൊക്കെ കാരണങ്ങളാണുള്ളത്, അല്ലെങ്കിൽ അതുകൊണ്ട് എന്താണ് ഗുണമുള്ളത് എന്നാണ് എഴുതാൻ വേണ്ടിയിട്ട് പറയുന്നത്. അപ്പോൾ ഈ പോയിൻറ്റ്സ് ഇമ്പോർട്ടൻ്റ് ആണ്, സൂക്ഷിച്ച് മനസ്സിലാക്കി വെക്കുക കേട്ടോ. അപ്പോൾ ഒരു പോയിൻ്റ് അതിൽ കൊടുത്തിട്ടുണ്ട്, ടു ഓവർകം ഫുഡ് സ്കേഴ്സിറ്റി. അതായത് എപ്പോഴെങ്കിലും ഒരു ക്ഷാമം ഉണ്ടാകുന്ന സമയത്തേക്ക് നമ്മൾ എന്ത് ചെയ്യണം? സൂക്ഷിച്ച് വെക്കണം. ഇപ്പോൾ നെല്ലൊക്കെ നമ്മൾ കൃഷി ചെയ്തുണ്ടാക്കുന്ന സമയത്ത് അതെന്ത് ചെയ്യുക? അത് വിളവെടുത്ത് കഴിഞ്ഞ് അപ്പം തന്നെ നമ്മൾ എല്ലാം കൊടുത്ത് തീർക്കുക അല്ലെങ്കിൽ എല്ലാം ചിലവാക്കി കളയുകയാണോ ചെയ്യുക? അല്ല, നമ്മളപ്പം ഇത് നെൽകൃഷി ഇല്ലാത്ത സമയത്തേക്ക് അല്ലെങ്കിൽ നെല്ല് വിളവെടുക്കാത്ത സമയത്തേക്ക് എന്ത് ചെയ്യും? നെല്ല് സൂക്ഷിച്ച് വയ്ക്കും അല്ലേ? അപ്പോൾ അതേപോലെ ഒരു സമയത്ത് ക്ഷാമം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? നേരത്തെ കൂടുതലായിട്ട് കിട്ടുന്ന സമയത്ത് നമുക്കതിനെ സ്റ്റോർ ചെയ്ത് വെക്കാം. പിന്നെ പ്രിസർവേഷനും കൊണ്ട് വേറെ എന്തൊക്കെയാണ് ഗുണങ്ങളുള്ളത്? ടു ഇൻക്രീസ് ഷെൽഫ് ലൈഫ്. നമ്മൾ കൃത്യമായിട്ട് സ്റ്റോർ ചെയ്ത് വെച്ചാലാണ് അതിന് ഷെൽഫ് ലൈഫ് കൂട്ടാൻ പറ്റുള്ളൂ. അതായത് അത് സൂക്ഷിച്ച് വയ്ക്കുന്ന കാലം, അതായത് നന്നായിട്ട് കേടുകൂടാതെ ഇരിക്കാൻ പറ്റുന്ന കാലം കൂട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഫുഡ് പ്രിസർവ് ചെയ്ത് വെക്കണം. ഇപ്പം നമ്മൾ ഏതെങ്കിലും ഒരു വെജിറ്റബിൾ വാങ്ങി, ഇപ്പം നമുക്ക് തക്കാളി ഒരു എക്സാമ്പിളായിട്ട് എടുക്കാം. തക്കാളി നമ്മൾ കൊണ്ടുവന്നു, നമ്മൾ പുറത്ത് തന്നെ കുറച്ച് ദിവസം വെച്ച് നിൽക്കുക, ഒരു 2-3 ദിവസം അത് നന്നായിട്ടിരിക്കും അല്ലേ? അത് കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യും? കേടുവന്ന് പോകും. അതേസമയം നമ്മൾ കൃത്യമായിട്ട് പ്രിസർവ് ചെയ്ത് ലോ ടെമ്പറേച്ചറിൽ ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിലോ അത് കുറച്ചും കൂടി ദിവസം നമുക്ക് ഷെൽഫ് ലൈഫ് കൂട്ടി കിട്ടും അല്ലേ? അപ്പോൾ അതിന് പ്രിസർവേഷൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ അടുത്ത പോയിന്റ് പറയാം, ടു ഡിക്രീസ് സ്പോയിലേജ് ഓഫ് ഫുഡ് നശിപ്പിച്ച് കളയുന്നതിന് ഒരു പരിഹാരമാണ് അല്ലേ? ഇപ്പോൾ നമുക്കിപ്പോൾ ഫ്രിഡ്ജ് എന്നുള്ള ഒരു ഐറ്റം ഇല്ലെങ്കിൽ നോക്കി നോക്കും, നമ്മൾ ഉണ്ടാക്കുന്ന ഭക്ഷണം അന്ന് തന്നെ കഴിച്ചില്ലെങ്കിൽ പിറ്റേ ദിവസത്തേക്ക് ഇതെല്ലാം കളയേണ്ടി വരും. അപ്പോൾ ഫ്രിഡ്ജ് നമുക്ക് പ്രിസർവേഷൻ ലോ ടെമ്പറേച്ചറിൽ പ്രിസർവ് ചെയ്യാൻ നമുക്കൊരു എളുപ്പമാർഗ്ഗം ഉള്ളത് കൊണ്ട് നമുക്ക് ഫുഡ് വേസ്റ്റേജ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതേപോലെ തന്നെ ഇപ്പം ചക്കയാണെങ്കിലും മാങ്ങയാണെങ്കിലും ഒക്കെ കൂടുതലായിട്ടുണ്ടാകുന്ന സമയത്ത് അത് വേസ്റ്റാക്കി കളയാതെ നമുക്ക് പലതരത്തിൽ അതിന് സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് പറ്റും. അച്ചാറായിട്ടും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ചക്ക വരട്ടിയായിട്ടും അങ്ങനെയൊക്കെ സൂക്ഷിച്ച് വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം? പിന്നീട് അത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റുമല്ലോ. അപ്പോൾ ഓരോ നാട്ടിലും പലതരത്തിലുള്ള മെത്തേഡുകൾ ഉണ്ടാവും കേട്ടോ ഇത്തരത്തിലുള്ള സൂക്ഷിച്ച് വെക്കാനൊക്കെ വേണ്ടിയിട്ട്.
അതൊക്കെ നമുക്ക് ഉപയോഗിക്കും. സ്പോയിലേജ് ഓഫ് ഫുഡ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റും. ടു എൻഷുർ റൗണ്ട് ദ ഇയർ അവൈലബിലിറ്റി ഓഫ് സീസണൽ ഫുഡ്സ്. അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയ പോയിൻ്റാണ്, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എൻഷുർ ചെയ്യാൻ പറ്റും. ആ വർഷം മുഴുവൻ ഇതിൻ്റെ അവൈലബിലിറ്റി നമുക്ക് എൻഷുർ ചെയ്ത് വെക്കാൻ പറ്റും. അതായത് ഇപ്പോൾ നമ്മൾ മാങ്ങ ഉണ്ടാകുന്ന കാലത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, മാങ്ങ പറിച്ച് ഉപ്പിലിട്ട് വെക്കുന്നു അല്ലെങ്കിൽ അച്ചാറിട്ട് വെക്കുന്നു എന്നൊക്കെ വിചാരിക്കുക. ആ മാങ്ങക്കാലം തീർന്നു കഴിഞ്ഞാൽ ആ വർഷം മുഴുവനും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാങ്ങ ഉപയോഗിക്കാൻ പറ്റും അല്ലേ. ഉപ്പിലിട്ട മാങ്ങ അച്ചാറായിട്ടും പല കറികളായിട്ടും ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അതായത് ഒരു സീസണിൽ മാത്രം ലഭിക്കുന്ന ഭക്ഷണ സാധനത്തെ ആ വർഷം മുഴുവൻ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് സഹായിക്കും, പ്രിസർവേഷൻ സഹായിക്കും. ഇതൊക്കെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി പറ്റും. വാട്ട് വിൽ ഹാപ്പൻ ഇഫ് ദ ഫുഡ് ഐറ്റംസ് ആർ നോട്ട് പ്രോപ്പർലി പ്രിസർവ്ഡ്. ഇനി കറക്റ്റായ രീതിയിൽ പ്രിസർവ് ചെയ്ത് വെച്ചില്ലെങ്കിൽ ഈ ഫുഡ് ഐറ്റംസിന് എന്ത് സംഭവിക്കും, അത് കേടുവന്ന് പോകില്ല. ഇറ്റ് വിൽ ഗെറ്റ് സ്പോയിൽഡ്. At home, rice stored in a container remains unspoiled for a long time, but cooked rice gets spoiled after a day. Is it spoiled due to cooking? അപ്പോൾ എന്താ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്, നമ്മളൊരു പാത്രത്തിൽ ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ അടച്ചു വയ്ക്കുന്ന അരി എന്ത് ചെയ്യുന്നുണ്ട്, കുറേ നാൾ സ്പോയിൽ ചെയ്യാതെ, അതായത് കേടുവരാതെ ഇരിക്കുന്നുണ്ട്. അതേസമയം നമ്മൾ കുക്ക് ചെയ്ത് വെച്ച ചോറാണെങ്കിൽ എന്ത് സംഭവിക്കും, പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്കും കേടുവരുന്നുണ്ട്. അപ്പോൾ അതെന്തുകൊണ്ടാണ് അങ്ങനെ കേടുവരുന്നത്, കുക്കായതുകൊണ്ടാണോ എന്നാണ് ചോദിക്കുന്നത്. അതിൻ്റെ എക്സ്പ്ലനേഷൻ താഴെ കൊടുത്തിട്ടുണ്ട്. Spoilage of food items is mainly due to the decomposition action by microorganisms like bacteria and fungus. Microorganisms become inactive at very high and very low temperature. Moreover, microorganisms cannot be active in the absence of moisture. They cannot act on food items which are packed airtight. അപ്പോൾ ഒരു ഭക്ഷണം കേടുവരിക എന്ന് പറഞ്ഞാൽ അവിടെ എന്താ സംഭവിക്കുന്നത്, മൈക്രോ ഓർഗാനിസത്തിൻ്റെ പ്രവർത്തനമാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ മൈക്രോ ഓർഗാനിസം ലൈക്ക് ബാക്ടീരിയ, ഫംഗസ്, ഇതൊക്കെ ആ ഫുഡിൽ വന്നിരുന്നിട്ട് അത് അതിൻ്റെ ഭക്ഷണമായിട്ട് അതിനെ ഉപയോഗിക്കുന്നു, അതവിടെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോഴാണ് ഒരു ഫുഡ് കേടുവരുന്നത്. അപ്പോൾ അങ്ങനെ മൈക്രോ ഓർഗാനിസത്തിന് വളരണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം, അതിന് മോയ്സ്ചർ വേണം, അതിനൊരു നനവ്, വെള്ളത്തിൻ്റെ അംശം അവിടെ ഉണ്ടാവണം. അതുകൊണ്ട് തന്നെ വെരി ഹൈ ടെമ്പറേച്ചറിലും അതേപോലെ ലോ ടെമ്പറേച്ചറിലും എന്ത് ചെയ്യാൻ പറ്റില്ല, മൈക്രോ ഓർഗാനിസത്തിന് ആക്റ്റീവായിട്ട് ഇരിക്കാൻ പറ്റില്ല. അതായത് തണുപ്പ് കൂടിക്കഴിഞ്ഞാലും അതിൻ്റെ ആക്ടിവിറ്റി അതിന് ചെയ്യാൻ പറ്റില്ല. ഹൈ ടെമ്പറേച്ചർ ആണെങ്കിൽ അത് നശിച്ചു പോവുകയും ചെയ്യും. അതേപോലെ തന്നെ ഒരു മോയ്സ്ചറിൻ്റെ ഒരു പ്രസൻസ് ഇല്ലാത്ത സ്ഥലത്തും അതിന് സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പോൾ എയർ ടൈറ്റ് കണ്ടെയ്നറിൽ പാക്ക് ചെയ്ത് കഴിയുമ്പോൾ അവിടെ എന്താ, എയറിൻ്റെ പ്രസൻസും ഇല്ല. അപ്പോൾ ഇതൊന്നും ഇല്ലെങ്കിൽ അതിന് ആക്റ്റീവായിട്ട് ഇരിക്കാൻ പറ്റില്ല. അപ്പോൾ അതിന് വെള്ളത്തിൻ്റെ അംശം, വായുവിൻ്റെ അംശം ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് അതിന് വളർന്ന് വലുതായി അതിൻ്റെ മൾട്ടിപ്ലിക്കേഷനും അതിൻ്റെ ഫംഗ്ഷനും ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇതൊക്കെ നമ്മൾ കട്ട് ഡൗൺ ചെയ്യുമ്പോൾ അതിനെന്ത് ചെയ്യാൻ പറ്റില്ല, അവിടെ സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. What could be the reason for rice stored in a jar not getting spoiled for a long time and cooked rice getting spoiled after a day? അപ്പോൾ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻ ഒന്നും കൂടി ചോദിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കാരണം എന്താണ്, അപ്പോൾ അതിന് നമുക്ക് എന്ത് എക്സ്പ്ലനേഷൻ കൊടുക്കാൻ പറ്റും, മൈക്രോ ഓർഗാനിസംസ് cannot survive in the moisture free environment inside the jar, but it can easily grow in the cooked rice because of the excess moisture content. മൈക്രോ ഓർഗാനിസത്തിന് ഈ ജാറിനകത്ത്, മോയ്സ്ചർ ഇല്ലാത്ത ജാറിനകത്ത് സർവൈവ് ചെയ്യാൻ പറ്റില്ല. ബട്ട് കുക്ക്ഡ് റൈസ് ആകുമ്പോൾ അതിൽ ആവശ്യത്തിന് മോയ്സ്ചർ കണ്ടൻറ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് അതിന് ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി അടുത്തത് ഒരു എക്സ്പെരിമെൻറ്റ് പറഞ്ഞിട്ടുണ്ട്, ഒരു ബ്രെഡ് വെച്ച് ചെയ്യാവുന്നത്. ടേക്ക് ഔട്ട് എ സ്ലൈസ് ഓഫ് ബ്രെഡ് ഫ്രം പാക്കറ്റ്, സ്പ്രിങ്കിൾ 1 or 2 drops ഓഫ് വാട്ടർ ഓവർ ദ ബ്രെഡ്. ഒരു സ്ലൈസ് ബ്രെഡ് എടുത്തിട്ട് അതിൽ കുറച്ച് വെള്ളം തളിച്ചിട്ട് വെക്കുക. അത് കഴിഞ്ഞിട്ട് ഒബ്സർവ് ചെയ്യുക, ഒരു 3 days ഒബ്സർവ് ചെയ്തിട്ട് ഹാൻഡ് ലെൻസ് അല്ലെങ്കിൽ മൈക്രോസ്കോപ്പ് വെച്ചിട്ട് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ 2-3 days ആകുമ്പോൾ അതിൻ്റെ മുകളിൽ ഇങ്ങനെ ബ്ലാക്ക് കളറിൽ പൂപ്പൽ വരും. then ആ പൂപ്പലിനെ നമ്മൾ മൈക്രോസ്കോപ്പോ ഹാൻഡ് ലെൻസോ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ പിക്ചറിൽ കാണുന്നത് പോലെ ഒരു ജീവിനെ കാണാൻ പറ്റും. അതെന്താണ്, അതൊരു ഫംഗസ് ആണ്. ഇത് റൈസോപ്പസ് എന്ന് പേരുള്ള ഒരു ഫംഗസ് ആണ് കേട്ടോ. സാധാരണയായി ബ്രെഡിൽ ഉണ്ടാകുന്ന ഒരു ഫംഗസ് ആണിത്. റൈസോപ്പസ് എന്നാണ് അതിന് പറയുക. അപ്പോൾ അതിൻ്റെ കൃത്യമായിട്ടുള്ള ഷേപ്പൊക്കെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ആ മോയ്സ്ചർ, നമ്മളവിടെ മോയ്സ്ചർ കണ്ടൻറ്റ് കൊടുത്തു. അപ്പോൾ എന്ത് ചെയ്യും, അതായത് ഈ ഫംഗസിൻ്റെയൊക്കെ സീഡ്സ് നമ്മുടെ ചുറ്റും എൻവയോൺമെൻറ്റിൽ, നമ്മുടെ എയറിൽ അതിങ്ങനെ പറന്ന് നടക്കുന്നുണ്ടാവും. അപ്പോൾ എവിടെ അത് നമ്മുടെ എല്ലാ സ്ഥലങ്ങളിലും വീഴുന്നുണ്ട്. അപ്പോൾ അതിന് വളരാൻ പറ്റിയ ഒരു പ്രതലത്തിൽ അത് ചെന്ന് വീഴുമ്പോൾ അതിനുള്ള കണ്ടീഷൻസ്, മോയ്സ്ചറും അതിനുള്ള ഭക്ഷണവും ഒക്കെ അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യും, അതവിടെ ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങും. സോ അതിനെയൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫുഡ് പ്രിസർവ് ചെയ്യുന്നത്. ഇനി മെത്തേഡ്സ് ഓഫ് പ്രിസർവേഷനെ കുറിച്ച് നോക്കാം.
പിക്ചേഴ്സ് നോക്കൂ. അതിൽ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് പ്രിസർവേഷൻ പറയുന്നുണ്ട്. നമ്മളെല്ലാം കണ്ട് ഫെമിലിയർ ആയിട്ടുള്ളതാണ് അല്ലേ. ഉപ്പ് വെള്ളത്തിലിട്ട് സൂക്ഷിക്കുന്നുണ്ട്, ഉണക്കി സൂക്ഷിക്കുന്ന മുളകൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഉണക്കി ഡ്രൈ ആക്കി നല്ല മോയ്സ്ചർ കണ്ടൻറ്റൊക്കെ കളഞ്ഞ് ഉണക്കി നമ്മൾ സൂക്ഷിക്കുന്നു. അതേപോലെ തന്നെ പാക്ക്ഡ് ആയിട്ടുള്ള കുറേ ഐറ്റംസ് ഉണ്ട് അല്ലേ. അതിനൊക്കെ പ്രിസർവേറ്റീവ്സ് ഒക്കെ ചേർത്തിട്ടാണ് അതിനെ പാക്ക് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അതൊക്കെ കേടുവരാതെ ഇരിക്കുന്നത്. പിന്നെ കുറേ സാധനങ്ങൾ പുറത്ത് വയ്ക്കാൻ പറ്റില്ല, ലോ ടെമ്പറേച്ചറിൽ വെക്കേണ്ടതുണ്ടാവും. എഗ്സ്, വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, അതുപോലെ മിൽക്ക് പ്രോഡക്ട്സ്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ലോ ടെമ്പറേച്ചറിൽ വേണം സൂക്ഷിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയുള്ള ഐറ്റംസ് ഉണ്ട്. You can see in the storage of different food items in different ways. Complete the table by finding out the methods of preservation of each. ഇനി താഴെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് ഫുഡ് ഐറ്റംസ് ഉണ്ട്. അതിനെ എങ്ങനെയാണ് പ്രിസർവ് ചെയ്യേണ്ടതെന്നും അതേപോലെ അത് സ്പോയിൽ ആവാതിരിക്കാൻ, അങ്ങനെ പ്രിസർവ് ചെയ്യുമ്പം അത് സ്പോയിൽ ആവാതിരിക്കാനുള്ള കാരണം എന്താണെന്നാണ് തേർഡ് കോളത്തിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ കുറച്ചൊരു ലോങ് ടേബിളാണ്. അതിനെ നമുക്ക് ഇങ്ങനെ ഫില്ല് ചെയ്യാം. ഞാനിവിടെ പിക്ചർ കൊടുക്കാം, നോക്കിക്കോളൂ. ചില്ലിയുടെ അതിൽ പറഞ്ഞിട്ടുണ്ട് ഡ്രൈ ചെയ്ത് സ്റ്റോർ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു, മൈക്രോ ഓർഗാനിസത്തിന് മോയ്സ്ചറിൻ്റെ ആബ്സെൻസിൽ, അതിൻ്റെ നനവില്ലാത്തൊരു ഇതിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, വളരാൻ പറ്റില്ല. ഇനി ചെറിയാണെങ്കിലോ, ചെറീനെ നമുക്ക് ഷുഗർ സൊല്യൂഷനിലിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ ഈ ഷുഗർ സൊല്യൂഷനിൽ കിടക്കുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റില്ല, മൈക്രോ ഓർഗാനിസത്തിന് വളരാൻ പറ്റില്ല, മൈക്രോ ഓർഗാനിസം നശിച്ചു പോകും. അതിൻ്റെ കാരണം നമ്മളിത് കഴിഞ്ഞിട്ടുള്ള ടോപ്പിക്കിൽ പറയുന്നുണ്ട്, അപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ. അതേപോലെ ഗൂസ്ബെറി എന്താണ്, നെല്ലിക്കയെ നമുക്ക് സാൾട്ട് സൊല്യൂഷനിൽ ഇട്ട് വയ്ക്കാം. സാൾട്ട് സൊല്യൂഷനിൽ മൈക്രോ ഓർഗാനിസം ഡിസ്ട്രോയ് ആയി പോവും, നമ്മൾ ഷുഗർ പറഞ്ഞതുപോലെ. ദെൻ പൈനാപ്പിളിനെ ലോ ടെമ്പറേച്ചറിൽ നമുക്ക് കീപ്പ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജാമൊക്കെ ആയിട്ടും പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. ലോ ടെമ്പറേച്ചറിൽ മൈക്രോ ഓർഗാനിസത്തിന് എന്ത് ചെയ്യാൻ പറ്റില്ല, ആക്റ്റീവായിട്ട് ഇരിക്കാൻ പറ്റില്ല. ദെൻ ചിപ്സൊക്കെ നമുക്ക് എങ്ങനെയാണ്, എയർ ടൈറ്റ് കണ്ടെയ്നേഴ്സിലാണ് വെക്കേണ്ടത്. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ദെൻ ഡ്രിങ്ക്സ്, നമ്മൾ ജ്യൂസുകളും അങ്ങനെയുള്ള ഡ്രിങ്കുകളൊക്കെ നമ്മൾ ലോ ടെമ്പറേച്ചറിലാണ് കീപ്പ് ചെയ്യുക. വെജിറ്റബിൾസിനെ എന്തിൽ വെക്കാൻ വേണ്ടിയിട്ട് പറ്റും, ലോ ടെമ്പറേച്ചറിൽ വെക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഈ ടേബിൾ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ദെൻ ഇനി താഴെ അടുത്തൊരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. അതിൽ ഓരോ മെത്തേഡ് ഓഫ് പ്രിസർവേഷൻ പറഞ്ഞിട്ടുണ്ട്. ആൻഡ് അതിന് എക്സാമ്പിളുകളാണ് കൊടുക്കാൻ വേണ്ടിയിട്ട് പറയുന്നത്. ഡ്രൈ ചെയ്ത് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ നമുക്ക് എന്തൊക്കെ എഴുതാൻ പറ്റും, റൈസ് ഉണ്ട്, പെപ്പർ, കുരുമുളകൊക്കെ ഉണ്ട്, അതേപോലെ നട്ട്സ്, അതേപോലെ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ സോൾട്ട് സൊല്യൂഷനിൽ കുറേ എണ്ണങ്ങളുണ്ട്, കുറേ സാധനങ്ങൾ നമുക്ക് സൂക്ഷിച്ച് വയ്ക്കാൻ പറ്റും അല്ലേ. ഗൂസ്ബെറി, മാംഗോ ഉണ്ട്, ലെമൺ, മാങ്ങ, നാരങ്ങ, അതൊക്കെ നമ്മളങ്ങനെ ഉപ്പിൽ ഇട്ടിട്ട് വെക്കുമല്ലോ. അതേപോലെ ഒലീവ്സൊക്കെ ഉണ്ട്. ഒലീവ്സൊക്കെ നമ്മളങ്ങനെ എന്തിൽ വെക്കും, ഈ ഉപ്പ് വെള്ളത്തിലിട്ട് വെക്കും. അതേപോലെ ഷുഗർ സൊല്യൂഷനിൽ ഇടുന്നതിനാണെങ്കിൽ എക്സാമ്പിൾ ചെറി, പീച്ച്, പ്ലം, അതുപോലെ സിട്രസ് ഫ്രൂട്ട്സ്, ഇതൊക്കെ പറയാൻ വേണ്ടിയിട്ട് പറ്റും. ദെൻ ലോ ടെമ്പറേച്ചറിലുള്ളതിന് കുറേ എക്സാമ്പിളുകളുണ്ട്, ഏത് വേണമെങ്കിൽ എഴുതാം. മെയിനായിട്ട് മിൽക്ക് പ്രോഡക്ട്സ്, ഫിഷ്, മീറ്റ്, അതൊക്കെ നമ്മൾ ലോ ടെമ്പറേച്ചറിലാണ്. അതേപോലെ ഡ്രിങ്ക്സ്, പിന്നെ നമുക്ക് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ പറയാൻ വേണ്ടിയിട്ട് പറ്റും. ദെൻ എയർ ടൈറ്റ് കണ്ടെയ്നറിലുള്ളതിന് ബിസ്ക്കറ്റ് കൊടുത്തിട്ടുണ്ട്, ചിപ്സ് എഴുതാം, ഷുഗർ ഉണ്ട്, പിന്നെ ഫ്ലോർ, പലതരത്തിലുള്ള പൊടികളൊക്കെ നമ്മൾ എയർ ടൈറ്റ് കണ്ടെയ്നറിലാണ് സൂക്ഷിച്ച് വയ്ക്കുക. ഇതൊക്കെ നമുക്ക് എക്സാമ്പിളുകളായിട്ട് എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ ഒരു ഇതുണ്ടായിട്ടിരിക്കുക. അപ്പോൾ ചിലപ്പോൾ എക്സാമിന് തന്നിട്ട് ഏതിൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഈ ടേബിൾ പോലെയോ അല്ലെങ്കിൽ മാക്സി ഫോളോയിങ് പോലെയോ അങ്ങനെയൊക്കെ ചോദിക്കാം. അപ്പോൾ നമുക്ക് അറിയണം, പരിചയം ഉണ്ടാവണം. അപ്പോൾ ഇത്തരത്തിലുള്ള എക്സാമ്പിളുകളൊക്കെ മാക്സിമം അറിഞ്ഞു വയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. സോ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു എക്സ്പെരിമെൻ്റ് ആണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു സോൾട്ട് സൊല്യൂഷനിലും ഷുഗർ സൊല്യൂഷനിലും എന്തുകൊണ്ടാണ് സാധനങ്ങൾ കേടുകൂടാതിരിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് പറയാമെന്നുള്ളത്. അപ്പോൾ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ എക്സ്പെരിമെൻറ്റ്. മൈക്രോ ഓർഗാനിസംസ് കനോട്ട് സർവൈവ് ഇൻ ഷുഗർ ആൻഡ് സോൾട്ട് സൊല്യൂഷൻ. വൈ ഈസ് ഇറ്റ് സോ? എന്തുകൊണ്ടാണ്? അതാണ് നമ്മൾ നോക്കുന്നത്. ലെറ്റ്സ് ഡു ആൻ ആക്ടിവിറ്റി. മെറ്റീരിയൽസ് റിക്വയർ 2 ടാരോ ലീവ്സ് വിത്ത് petioles, 2 ബീക്കേഴ്സ്, വാട്ടർ, സോൾട്ട്. നമ്മുടെ ചേമ്പിൻ്റെ തണ്ടോട് കൂടിയ ഇല എടുക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്, പിക്ചറിൽ കാണിച്ചതുപോലെ. എന്നിട്ട് ഒരു ബീക്കർ വേണം, പിന്നെ അതിൽ വാട്ടറിൽ സോൾട്ട് മിക്സ് ചെയ്യുക. ടേക്ക് 2 ബീക്കേഴ്സ്, ടേക്ക് പ്യുവർ വാട്ടർ ഇൻ 1 ബീക്കർ ആൻഡ് കോൺസെൻട്രേറ്റഡ് സോൾട്ട് സൊല്യൂഷൻ ഇൻ ദ അതർ. അപ്പോൾ 2 ബീക്കർ എടുത്തിട്ട് ഒന്നിൽ ഉപ്പ് കലക്കിയ വെള്ളം, ഉപ്പ് ചേർത്ത സോൾട്ട് സൊല്യൂഷൻ ഉണ്ടാക്കാം, മറ്റൊന്നിൽ പ്യുവർ ആയിട്ടുള്ള വാട്ടറും വയ്ക്കുക. Place taro leaves with petioles in both the beakers. Observe after 1 day what change has occurred.
വാട്ട് മേ ബി ദ റീസൺ ഫോർ ദ ചേഞ്ച്. അപ്പോൾ എന്താ സംഭവിക്കുക, ഒരു ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ ഒബ്സർവ് ചെയ്ത് നോക്കുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും. അതായത് പ്യുവർ വാട്ടറിൽ വെച്ച ചെടിയാണെങ്കിൽ അത് അതേപോലെ തന്നെ മെയിൻറ്റെയിൻ ആയിട്ടുണ്ടാവും. ആൻഡ് സോൾട്ട് സൊല്യൂഷനിൽ വെച്ച ചെടി ഇതുപോലെ ഉണങ്ങി വാടി പോയിട്ടുണ്ടാകും. അപ്പോൾ അതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? സോ അതിൻ്റെ എക്സ്പ്ലനേഷൻ നെക്സ്റ്റ് പാരഗ്രാഫിൽ തന്നിട്ടുണ്ട്. വാട്ടർ ഫ്രം ദ സെൽസ് ഓഫ് ദ ടാരോ ലീഫ് പ്ലേസ്ഡ് ഇൻ സോൾട്ട് സൊല്യൂഷൻ ഫ്ലോസ് ഇൻ ടു ദ സോൾട്ട് സൊല്യൂഷൻ. അതായത് ഈ ചേമ്പിൻ്റെ തണ്ടിൻ്റെയും ഇലയുടെയും ഒക്കെ ഉള്ളിൽ എന്തുണ്ട്, വാട്ടർ കണ്ടൻറ്റ് ഉണ്ട്. അതായത് അതിൻ്റെ സെല്ലിൻ്റെ ഉള്ളിൽ വാട്ടർ ഉണ്ട്. ആ സെല്ലിൻ്റെ ഉള്ളിലുള്ള വാട്ടർ എന്ത് ചെയ്യും, പുറത്ത് ഈ സോൾട്ട് സൊല്യൂഷനിലേക്ക് വരും. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ വാട്ടറിനൊരു പ്രത്യേകതയുണ്ട്. അത് ഹയർ കോൺസെൻട്രേഷനുള്ള ഭാഗത്തു നിന്ന് ലോവർ കോൺസെൻട്രേഷനുള്ള ഭാഗത്തേക്ക് പോവും. അതായത് സെല്ലിൻ്റെ ഉള്ളിൽ വാട്ടറായിട്ട് തന്നെ ഇരിക്കുകയാണ്, വാട്ടർ ഫോമിൽ തന്നെ ഇരിക്കുകയാണ്. ഇപ്പുറത്താണെങ്കിലോ സോൾട്ട് സൊല്യൂഷനാണ്. അപ്പോൾ സോൾട്ട് സൊല്യൂഷനിൽ വാട്ടറിൻ്റെ കണ്ടൻറ്റ് കുറവും സോൾട്ടിൻ്റെ കണ്ടൻറ്റ് കൂടുതലുള്ളത് കൊണ്ട് തന്നെ ഈ ഒറ്റയ്ക്കിരിക്കുന്ന വെള്ളം എങ്ങോട്ട് വരും, ഈ സോൾട്ട് വാട്ടറിലേക്ക് വരും. അതിനെയാണ് നമ്മൾ ഓസ്മോസിസ് എന്ന് പറയുക. അപ്പോൾ ഇവിടെ നടക്കുന്ന ഒരു പ്രോസസ്സ് ഓസ്മോസിസ് ആണ്. അപ്പോൾ ഈ ഓസ്മോസിസിലൂടെ എന്ത് ചെയ്യും, ഈ പ്ലാന്റിനകത്തുള്ള വെള്ളമൊക്കെ പ്ലാന്റിൻ്റെ പുറത്തുള്ള ഈ സോൾട്ട് സൊല്യൂഷനിലേക്ക് വരും. അപ്പോൾ എന്ത് സംഭവിക്കും, ഡ്യൂ ടു ദിസ് ദ സെൽസ് ഓഫ് ദ ടാരോ ലീഫ് ഷ്രിങ്ക് ആൻഡ് ദ ലീഫ് വിതേഴ്സ്. അപ്പോൾ എന്ത് ചെയ്യും, ഈ ഒരു സാധനത്തിൻ്റെ ഉള്ളിലുള്ള വെള്ളം മുഴുവൻ ഇങ്ങോട്ട് പോരുകയാണെന്നുണ്ടെങ്കിൽ അതിങ്ങനെ ചുരുങ്ങും അല്ലേ, അതിൻ്റെ അളവ് കുറയും, അതിങ്ങനെ ഉണങ്ങിയ പോലെ ആവും. അതായത് നമ്മൾ മാങ്ങയൊക്കെ ഉപ്പിലിടുമ്പോൾ ഇതേ സംഭവമാണ് സംഭവിക്കുന്നത്. മാങ്ങ ഉപ്പിലിടുമ്പോൾ എന്താ ഉണ്ടാകുന്നത്, മാങ്ങയ്ക്ക് അകത്തുള്ള വെള്ളമൊക്കെ പുറത്ത് നമ്മൾ ആ ഉപ്പ് വെള്ളത്തിലേക്ക് ആ മാങ്ങയുടെ ഉള്ളിലുള്ള വെള്ളം വരുമ്പോഴാണ് മാങ്ങ ഇങ്ങനെ ഉണങ്ങിയ പോലെ ചുരുണ്ട പോലെയൊക്കെ ആവില്ലേ, അത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. Likewise, water from food items preserved in salt solution moves into the salt solution. Salt absorbs water not only from the food items but also from the cells of the microorganisms present in it. അപ്പം ഈ വാട്ടർ എന്ത് സംഭവിക്കുന്നു, ഈ ഫുഡ് ഐറ്റംസിൻ്റെ ഏത് ഫുഡ് ഐറ്റമാണോ, അതിപ്പോൾ നമ്മളിപ്പോൾ ഈ ചേമ്പിൻ്റെ ചെടിയുടെയും ഇലയുടെയും കാര്യം പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഉപ്പിലിട്ട് പ്രിസർവ് ചെയ്യുന്ന സാധനങ്ങളുണ്ടല്ലോ. അപ്പോൾ ഈ സാധനങ്ങളുടെയൊക്കെ ഉള്ളിൽ നിന്നുള്ള വെള്ളം ഇതുപോലെ പുറത്തേക്ക് വരുന്നു. അങ്ങനെ പുറത്തേക്ക് വരുമ്പം അതെന്ത് ചെയ്യുന്നു, അത് ചുരുങ്ങിപ്പോകുന്നുണ്ട്, അതിൻ്റെ വലിപ്പം കുറയും, അല്ലെങ്കിൽ അതിങ്ങനെ ചുരുണ്ട പോലെ ആയിട്ട് മാറും. നമ്മൾ പ്രിസർവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സാധനത്തിൻ്റെ സെല്ലിൻ്റെ ഉള്ളിൽ നിന്ന് വെള്ളം വരുന്നത് പോലെ തന്നെ ഈ മൈക്രോ ഓർഗാനിസംസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിൽ ഓൾറെഡി ഉള്ള മൈക്രോ ഓർഗാനിസത്തിൻ്റെ സെല്ലിൽ നിന്നും വെള്ളം എന്ത് ചെയ്യും, പുറത്തേക്ക് വരും. മൈക്രോ ഓർഗാനിസംസ് ഗെറ്റ് ഡിസ്ട്രോയിഡ് വെൻ ദെയർ സെൽസ് ലൂസ് വാട്ടർ. അപ്പോൾ ആ മൈക്രോ ഓർഗാനിസത്തിൻ്റെ സെല്ലിൻ്റെ ഉള്ളിൽ നിന്നും ഇപ്പോൾ ബാക്ടീരിയ ആണെങ്കിലും ഫംഗസ് ആണെങ്കിലും അതിൻ്റെ ഉള്ളിലുള്ള വെള്ളം എന്ത് ചെയ്യും, ഈ സോൾട്ട് വാട്ടറിലേക്ക് വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് എന്ത് ചെയ്യും, അത് നശിച്ചു പോകും. അതായത് ഒരു സെല്ലിൻ്റെ ഉള്ളിൽ നിന്ന് വെള്ളം പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ആ സെല്ലിനെ മൾട്ടിപ്ലൈ ചെയ്യാനോ വളരാനോ ഒന്നും പറ്റില്ല. അപ്പോൾ അത് നശിച്ചു പോകും. ദ സെയിം തിങ് ഹാപ്പൻസ് വെൻ ഫുഡ് ഐറ്റംസ് ആർ പ്രിസർവ്ഡ് ഇൻ ഷുഗർ സൊല്യൂഷൻ. ഇനി ഇത് ഷുഗർ സൊല്യൂഷനിലാണെങ്കിലും ഇതേപോലെയാണ് സംഭവിക്കുക. നമ്മൾ എക്സാമ്പിൾസ് പറഞ്ഞല്ലോ, ഷുഗർ സൊല്യൂഷനിൽ എന്തൊക്കെയാണ് പ്രിസർവ് ചെയ്യുക, സോൾട്ട് സൊല്യൂഷനിൽ എന്തൊക്കെയാണ് പ്രിസർവ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ ഇതിലൊക്കെ അത് തന്നെയാണ് സംഭവിക്കുന്നത്. ഇപ്പോൾ ചെറി നമ്മൾ ഷുഗർ സൊല്യൂഷനിൽ ഇട്ട് വയ്ക്കുന്നു. അപ്പോൾ ചെറിയുടെ ഉള്ളിലും ഇതേപോലെയുള്ള വാട്ടർ കണ്ടൻറ്റൊക്കെ ഇങ്ങോട്ട് വരും, പുറത്തേക്ക് ഈ ഷുഗർ സൊല്യൂഷനിലേക്ക് വരും. അപ്പോൾ ഈ ചെറിയിൽ അഥവാ എന്തെങ്കിലും മൈക്രോ ഓർഗാനിസംസ് ഒക്കെ ഉണ്ടെങ്കിൽ അതും എന്ത് സംഭവിക്കും, നശിച്ചു പോകും. അതിൻ്റെ ഉള്ളിലത്തെ വെള്ളവും ഈ ഷുഗർ സൊല്യൂഷനിലേക്ക് വരുമ്പോൾ ആ സെല്ലിന് പിന്നെ അവിടെ വളരാൻ പറ്റില്ല. അപ്പോൾ അതങ്ങനെ ചെറീസ് കേടുകൂടാതിരിക്കും. അപ്പോൾ ഇതാണ് ഷുഗർ സൊല്യൂഷനിലും സോൾട്ട് സൊല്യൂഷനിലും സംഭവിക്കുന്നത്. Haven't you eaten mangoes preserved in salt solution? Based on the above experiment, find out the reasons for the shrinkage of tender mangoes preserved in salt solution and write them in your science diary. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്, നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു അല്ലേ, മാംഗോസിന് എന്താ സംഭവിക്കുന്നത്, നമ്മൾ ഉപ്പിലിട്ട് വെക്കും കുഞ്ഞു മാങ്ങകളൊക്കെ ആകുമ്പോൾ. അപ്പോൾ എന്തുണ്ടാവുന്നത്, അതിൻ്റെ ഉള്ളിൽ നിന്നുള്ള വെള്ളമൊക്കെ പുറത്തേക്ക് വരുന്നത് കൊണ്ടാണ് അത് ഷ്രിങ്കായിട്ട് ചുരുങ്ങി ഇരിക്കുന്നത്. Jam is an example for the preservation of food items in sugar. Let's see how jam is made. ഇനി preservation of food item in sugarൽ വരുന്ന ഒരു ഭാഗം തന്നെയാണ് ജാമിലും നമ്മൾ എന്ത് ചേർത്തിട്ടാണ്, വെറുതെ ഇപ്പോൾ പൈനാപ്പിൾ ആണെങ്കിലും അല്ലെങ്കിൽ ഏത് ഫ്രൂട്ട് ഐറ്റം ആണോ നമ്മൾ ജാം ഉണ്ടാക്കുന്ന, സ്ട്രോബെറി എന്താണെങ്കിലും വെറുതെ അത് വേവിച്ച് വെച്ചു എന്ന് വെച്ചിട്ട് അത് കുറേ നാൾ ഇരിക്കണമെന്നില്ല. അതിൽ നമ്മൾ കുറേ പഞ്ചസാര ചേർക്കുന്നുണ്ട് ജാം ആക്കാൻ വേണ്ടിയിട്ട് അല്ലേ. അപ്പോൾ ആ ഷുഗർ കണ്ടൻറ്റും കൂടി ഉള്ളതുകൊണ്ടാണ് അത് കൂടുതൽ കാലം കേടുകൂടാതെ ഇരിക്കുന്നത്. അപ്പോൾ ഇവിടെ ജാക്ക് ഫ്രൂട്ട് ജാം ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. 1 കിലോഗ്രാം പഴുത്ത ചക്ക എടുത്തിട്ട്
അതിനെ ഗ്രൈൻഡ് ചെയ്യുക, അരച്ചെടുക്കുക. ദെൻ അതിന് തിക്കാവുന്നത് വരെ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ദെൻ അതിലേക്ക് 500 ഗ്രാം ഓഫ് ഷുഗർ ആഡ് ചെയ്യുക. പിന്നെയും 10 മിനിറ്റ് ഇളക്കിക്കൊണ്ടേയിരിക്കുക. എന്നിട്ട് അതിനെ കൂൾ ചെയ്യുക. എന്നിട്ട് അതിലേക്ക് എന്താ ആഡ് ചെയ്യാം, ഒരു സ്പൂൺ ലെമൺ ജ്യൂസ് ആഡ് ചെയ്യാം. എന്നിട്ട് അത് തണുത്ത് കഴിയുമ്പം ക്ലീൻ ആൻഡ് ഡ്രൈ ആയിട്ടുള്ള എയർ ടൈറ്റ് കണ്ടെയ്നറിൽ സൂക്ഷിച്ച് വെക്കാമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതേപോലെ പപ്പായ വെച്ചിട്ട് പൈനാപ്പിൾ വെച്ചിട്ടൊക്കെ എന്തുണ്ടാക്കാം, ജാമുകൾ ഉണ്ടാക്കാം. നെക്സ്റ്റ് ടോപ്പിക് ഈസ് പാസ്ചറൈസേഷൻ. പാസ്ചറൈസേഷൻ നമ്മൾ എവിടെയാണ് കാണുന്നത്? നമ്മൾ മിൽമയുടെയൊക്കെ പാക്കറ്റുകൾ വാങ്ങിക്കുമ്പം ഇതേപോലെ അതിൽ എഴുതിയിട്ടുണ്ടാവും പാസ്ചറൈസ്ഡ് ടോൺഡ് മിൽക്ക് എന്ന്. അപ്പോൾ എന്താണ് പാസ്ചറൈസേഷൻ? പാസ്ചറൈസേഷൻ ഈസ് എ മെത്തേഡ് ടു പ്രിവെൻറ്റ് സ്പോയിലേജ് ഓഫ് മിൽക്ക്. അപ്പോൾ മിൽക്ക് കേടുവരാതെ സൂക്ഷിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് പാസ്ചറൈസേഷൻ എന്ന് പറയുന്നത്. ആൻഡ് അവിടെ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഹീറ്റ് മിൽക്ക് ടു 70 ഡിഗ്രി സെൽഷ്യസ് ഫോർ 30 സെക്കൻഡ്സ് ആൻഡ് കൂൾ ഇറ്റ് ടു 10 ഡിഗ്രി സെൽഷ്യസ് ഇമ്മീഡിയറ്റ്ലി. പാലിനെ ഒരു 70 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചറിൽ 30 സെക്കൻഡ് ചൂടാക്കുക. എന്നിട്ട് പെട്ടെന്ന് അതിനെ 10 ഡിഗ്രി സെൽഷ്യസിലേക്ക് തണുപ്പിക്കുക. ദിസ് സഡൻ ടെമ്പറേച്ചർ ഡിഫറൻസ് ലീഡ്സ് ടു ദ റപ്ചറിങ് ഓഫ് ദ സെൽ മെംബ്രെയിൻ ഓഫ് ദ മൈക്രോ ഓർഗാനിസം. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഒരു ടെമ്പറേച്ചറിൽ ഒരു ഡിഫറൻസ് വരുമല്ലോ, അതായത് 70 ഡിഗ്രിയിൽ നിന്ന് പെട്ടെന്ന് 10 ഡിഗ്രി സെൽഷ്യസിലേക്ക് പെട്ടെന്ന് ഈ ഒരു ടെമ്പറേച്ചർ ഡിഫറൻസ് ഉണ്ടാകുമ്പം മൈക്രോ ഓർഗാനിസത്തിൻ്റെ സെല്ലുകളൊക്കെ പൊട്ടിപ്പോവും. അങ്ങനെ അതെല്ലാം എന്ത് ചെയ്യും, നശിക്കും. ആസ് എ റിസൾട്ട് ദേ ഗെറ്റ് ഡിസ്ട്രോയിഡ്. ദിസ് പ്രോസസ് വാസ് ഇൻവെൻറ്റഡ് ബൈ എ ഫ്രഞ്ച് സയൻറ്റിസ്റ്റ് ലൂയിസ് പാസ്ചർ. Hence, this process is named as pasteurization. Wine and fruit juice are also preserved by pasteurization. അപ്പോൾ ഈ പ്രോസസ്സ് കണ്ടുപിടിച്ചത് ലൂയിസ് പാസ്ചറാണ്. പിക്ചറിൽ കൊടുത്തിട്ടുള്ള ആ വ്യക്തിയാണ് കണ്ടുപിടിച്ചത്. അതുകൊണ്ടാണ് അതിന് പാസ്ചറൈസേഷൻ എന്ന പേര് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ മെത്തേഡ് മെയിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് മിൽക്ക് കേടുകൂടാതെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്, അതിൻ്റെ ഷെൽഫ് ലൈഫ് കൂട്ടാൻ വേണ്ടിയിട്ടാണ്. അതുകൂടാതെ തന്നെ ഫ്രൂട്ട് ജ്യൂസ്, വൈന്, ഇതൊക്കെ ഈ മെത്തേഡിൽ അതിൽ മൈക്രോ ഓർഗാനിസത്തിലേക്ക് നശിപ്പിച്ചിട്ട് സൂക്ഷിക്കാൻ വേണ്ടിയിട്ടും ഈ മെത്തേഡ് ഉപയോഗിക്കാറുണ്ട്. ദെൻ അപ്പോൾ ഈ മെത്തേഡ് ഓർത്ത് വയ്ക്കുക. പാസ്ചറൈസേഷൻ മിൽക്കുമായി കണക്ട് ചെയ്തിട്ട് എപ്പോഴും ചോദിക്കും അതിൻ്റെ ആ ടെമ്പറേച്ചർ നോക്കുക. 70 ഡിഗ്രി സെൽഷ്യസിൽ 30 സെക്കൻഡ്സ്, അത് കഴിഞ്ഞിട്ട് കൂൾ ചെയ്യും 10 ഡിഗ്രി സെൽഷ്യസിലേക്ക്. അതാണ് അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വയ്ക്കേണ്ട കാര്യം. അടുത്തത് അഡൾട്രേഷൻ ഇൻ ഐസ് 2. അപ്പോൾ ഐസിൽ നടക്കുന്ന അഡൾട്രേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഏതെങ്കിലും ഒരു വസ്തുവിൻ്റെ അളവ് കൂട്ടാനോ അതിൻ്റെ ആകർഷണം വർദ്ധിപ്പിക്കാനോ വേണ്ടിയിട്ട് അതുമായി സാമ്യമുള്ള വസ്തുക്കളോ അല്ലെങ്കിൽ അതിനേക്കാളും വില കുറഞ്ഞ മറ്റെന്തെങ്കിലും വസ്തുക്കളോ ഒക്കെ അതിൽ മിക്സ് ചെയ്യുന്നതിനാണ് അഡൾട്രേഷൻ എന്ന് പറയുക. അപ്പോൾ ഐസിലും ഈ അഡൾട്രേഷൻ നടക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ഇറ്റ് ടേക്സ് മെനി ഡേയ്സ് ഫോർ ദ ഡീപ്പ് sea fishing boats to reach the shore. Small scale vendors will take still more time to distribute the fish to other places. How is it possible to preserve fish for such a long time? അപ്പോൾ ഉൾക്കടലിൽ ഒരുപാട് ഡീപ്പ് സീയിൽ മീൻ പിടിക്കാൻ പോകുന്ന ബോട്ടുകളൊക്കെ തിരിച്ച് കരയിലെത്താൻ വേണ്ടിയിട്ട് കുറച്ച് ദിവസങ്ങളെടുക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് അവരുടെ നിന്ന് കളക്ട് ചെയ്തിട്ട് ഈ സ്മോൾ സ്കെയിൽ വെൻഡേഴ്സ്, സ്മോൾ സ്കെയിലുള്ള കച്ചവടക്കാർ അത് നമ്മുടെയൊക്കെ അടുത്തെത്തിക്കുമ്പോഴത്തേനും അതിനേക്കാളും ദിവസം സമയമെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും ദിവസം ഈ മീനുകൾ എങ്ങനെയാണ് കേടുവരാതെ സൂക്ഷിക്കുന്നത്? യു മേ ഹാവ് സീൻ ദ യൂസ് ഓഫ് ഐസ് ടു പ്രിവെൻറ്റ് ദ ഡിക്കേ ഓഫ് ഫിഷ്. While making ice, a chemical called ammonium chloride is added for the quick condensation of water to prevent melting and to maintain low temperature. അപ്പോൾ നമുക്കറിയാം മീൻ എപ്പോഴും ഐസിലിട്ടിട്ടാണ് വിൽപ്പനക്കാരാണെങ്കിലും കടകളിലാണെങ്കിലും ഒക്കെ ഐസിൽ സൂക്ഷിച്ചിട്ടാണ് ഈ മീനിനെ കേടുകൂടാതെ വെക്കുന്നത്. ഈ ഐസ് ഉണ്ടാക്കുന്ന സമയത്ത് അതിലൊരു കെമിക്കൽ സബ്സ്റ്റൻസ് ചേർക്കും, അമോണിയം ക്ലോറൈഡ് എന്ന് പറഞ്ഞിട്ട്. അത് എന്തിനാന്ന് വെച്ചാൽ വെള്ളം പെട്ടെന്ന് ഐസായി മാറാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ അതിൻ്റെ മെൽറ്റിങ്, ഐസ് ഉരുകുന്നത് കുറയ്ക്കാനും ലോ ടെമ്പറേച്ചർ കുറച്ച് സമയം കൂടി മെയിൻറ്റെയിൻ ചെയ്യാനും വേണ്ടിയിട്ട് അതിൽ എന്ത് ചേർക്കും? അമോണിയം ക്ലോറൈഡ്. അപ്പോൾ കൂടുതൽ ഐസ് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാമല്ലോ അവർക്ക്, അതിന് വേണ്ടിയിട്ട്. Ammonium chloride is harmful to our body. Therefore, fish must be cleaned well using plenty of water before cooking. പക്ഷേ ഈ ചേർക്കുന്ന അമോണിയം ക്ലോറൈഡ് എന്ന് പറയുന്നത് നമ്മുടെ ബോഡിക്ക് ഹാംഫുൾ ആയിട്ടുള്ള സാധനമാണ്. അതുകൊണ്ട് മീനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നതിന് മുമ്പ് നല്ല വെള്ളത്തിൽ നന്നായിട്ട് കുറേ നേരം കഴുകി എടുത്തിട്ട് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ആ കെമിക്കൽ ഡയറക്റ്റായിട്ട് നമ്മുടെ ബോഡിയിലെത്തും. നന്നായിട്ട് കഴുകി കഴിഞ്ഞാൽ അതിൻ്റെ അളവ് മാക്സിമം കുറയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റും. സോ അപ്പോൾ ഐസിൽ ചേർക്കുന്ന കെമിക്കൽ ഓർത്ത് വയ്ക്കുക, അമോണിയം ക്ലോറൈഡാണ്. You know that food items are kept in refrigerator to prevent spoilage. The temperature in all the compartments in a refrigerator is not the same.
വി സ്റ്റോർ ഡിഫറെൻറ്റ് ഫുഡ് ഐറ്റംസ് ഇൻ ഡിഫറെൻറ്റ് കമ്പാർട്ട്മെൻറ്റ്സ്. അപ്പോൾ നമ്മൾ ഫുഡ് ഐറ്റംസ് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാറുണ്ട്. അത് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ളതാണ്. പക്ഷേ ഫ്രിഡ്ജിൻ്റെ എല്ലാ കമ്പാർട്ട്മെൻറ്റിലും ഒരേപോലെയല്ല തണുപ്പുണ്ടാവുക. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഫുഡ് അറേഞ്ച് ചെയ്ത് വെക്കണം. മൈക്രോ ഓർഗാനിസംസ് cannot be active at very low temperature. That is why food items don't get spoiled. What will happen to food items when they are taken out of the റെഫ്രിജറേറ്റർ? അപ്പോൾ മൈക്രോ ഓർഗാനിസത്തിന് എന്ത് ചെയ്യാൻ പറ്റില്ല, നല്ല ലോ ടെമ്പറേച്ചറിൽ അതിന് വർക്ക് ചെയ്യാൻ പറ്റില്ല. അത് ഇനാക്റ്റീവായിട്ട് ഇരിക്കും. പക്ഷേ അത് നശിച്ചു പോകുന്നില്ല, ഇനാക്റ്റീവായിട്ട് ഇരിക്കുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് വെച്ച് കഴിഞ്ഞാലോ തണുപ്പ് കുറയുന്നതിനനുസരിച്ചിട്ട് മൈക്രോ ഓർഗാനിസംസ് വീണ്ടും ആക്റ്റീവാകും. മൈക്രോ ഓർഗാനിസംസ് വിൽ സ്റ്റാർട്ട് ഫങ്ഷനിങ് ആൻഡ് ദ ഫുഡ് വിൽ ബി സ്പോയിൽഡ്. അപ്പോൾ ഒരു സാധനം ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചിട്ട് അത് പുറത്തെടുത്ത് അതിന് തണുപ്പ് പോയി കഴിഞ്ഞാൽ പിന്നെയും മൈക്രോ ഓർഗാനിസംസ് അതിൽ വർക്ക് ചെയ്യാൻ തുടങ്ങും ആൻഡ് ആ ഫുഡ് കേടുവരാൻ സാധ്യതയുണ്ട്. ദെൻ അതിലൊരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്, എനിക്ക് ഹൗ ഫുഡ് ഐറ്റംസ് ഷുഡ് ബി അറേഞ്ച്ഡ് സയൻറ്റിഫിക്കലി ഇൻ ദ റെഫ്രിജറേറ്റർ, റൈറ്റ് ഇറ്റ് ഡൗൺ ഇൻ ദ സയൻസ് ഡയറി ആൻഡ് പ്രസൻറ്റ് ഇറ്റ് ഇൻ ദ ക്ലാസ്. അതായത് നമ്മുടെ റെഫ്രിജറേറ്ററിൽ നമ്മുടെ ഫ്രിഡ്ജിൽ എങ്ങനെയാണ് സാധനങ്ങൾ അറേഞ്ച് ചെയ്ത് വെക്കേണ്ടത് എന്നുള്ളത്. അതിന് നമുക്ക് മെയിനായിട്ട് നോക്കേണ്ട പോയിൻറ്റ്സ് എന്ന് പറയുന്നത്, ആദ്യം നമ്മൾ ടെമ്പറേച്ചർ 4 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ അതിന് താഴെയായിട്ടാണ് സെറ്റ് ചെയ്ത് വെക്കേണ്ടത്. ദെൻ അതേപോലെ തന്നെ ഫുഡ്സ് അല്ലെങ്കിൽ ഫുഡ് ഐറ്റംസ് അറേഞ്ച് ചെയ്യുമ്പോൾ റോ ഫുഡ് ഐറ്റംസും റെഡി ടു ഈറ്റ് ആയിട്ടുള്ള സാധനങ്ങളും സെപ്പറേറ്റ് ചെയ്ത് വെക്കണം. റോ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഫിഷ് ആണെങ്കിലും മീറ്റ് ആണെങ്കിലും അങ്ങനെ കുക്ക് ചെയ്യാത്ത സാധനങ്ങളുണ്ടല്ലോ, അതായത് ഇനി കുക്ക് ചെയ്തിട്ട് ഉണ്ടാക്കണം എന്നുള്ള സാധനങ്ങൾ, അത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വെക്കണം. പിന്നെ നമ്മൾ കുക്ക് ചെയ്ത മീലിൻ്റെ ബാക്കിയോ അതല്ലെങ്കിൽ നമ്മൾ ഫ്രൂട്ട്സോ വെജിറ്റബിൾസോ റെഡി ടു ഈറ്റ് ആയിട്ടുള്ള എടുത്ത് കഴിക്കാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ മാറ്റി വെക്കണം. അപ്പോൾ ഇതിൽ മുകളിലത്തെ ഭാഗത്ത് ഈ റെഡി ടു ഈറ്റ് ആയിട്ടുള്ള സാധനങ്ങളും ബോട്ടം പോർഷനിൽ ഈ റോ ഫിഷ് ആണെങ്കിലും മീറ്റ് ആണെങ്കിലും അതൊക്കെ വെക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്യും, ഈ ഫിഷിൽ നിന്ന് മീറ്റിൽ നിന്നും ഒക്കെ എന്തെങ്കിലും കണ്ടാമിനേഷൻ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ബാക്ടീരിയ ഒക്കെ ഉണ്ടെങ്കിൽ അത് മറ്റേ നമ്മൾ നേരിട്ട് എടുത്ത് കഴിക്കുന്ന ഭക്ഷണ സാധനങ്ങളിലേക്ക് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ആ ഒരു രീതിയിൽ വേണം റെഫ്രിജറേറ്ററിൽ ഫുഡ് അറേഞ്ച് ചെയ്ത് വെക്കാൻ. Then hygiene for safety. Do you wash your hands and mouth properly before and after having food? Shall hygiene related to food items be ensured by പ്രാക്ടീസിങ് ദിസ് എലോൺ? അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പും ശേഷവും കൈയും വായൊക്കെ വൃത്തിയായിട്ട് കഴുകാറില്ലേ? അപ്പോൾ അത് മതിയോ നമ്മൾ ഈ ഒരു ഹൈജീൻ അല്ലെങ്കിൽ വൃത്തി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടെന്നാണ് നോക്കേണ്ടത്. അപ്പോൾ അത് കൂടാതെ നമ്മൾ എന്തെല്ലാം ശ്രദ്ധിക്കണം എന്നുള്ളതാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ദ പ്ലേസ് ഫ്രം വേർ ഫുഡ് ഐറ്റംസ് ആർ ബോട്ട്. നമ്മൾ കഴിക്കുമ്പോൾ മാത്രമല്ല വൃത്തി നോക്കേണ്ടത്, നമ്മളൊരു സാധനം കഴിക്കാനുള്ള ഒരു ഭക്ഷണ സാധനം വാങ്ങിക്കുമ്പോൾ ആ വാങ്ങിക്കുന്ന സ്ഥലത്തിൻ്റെ ഹൈജീൻ നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ സ്റ്റോറേജ് ആഫ്റ്റർ പർച്ചേസ്, വാങ്ങിക്കൊണ്ടുവന്ന സാധനം ഏത് രീതിയിൽ സൂക്ഷിക്കണം, എവിടെ സൂക്ഷിക്കണം എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ കുക്കിംഗ് ചെയ്യുമ്പോൾ നമ്മൾ ഹൈജീൻ ശ്രദ്ധിക്കണം. ഈറ്റിംഗ്, കഴിക്കുന്ന സമയത്ത് കഴിക്കുന്ന പാത്രമാണെങ്കിലും കഴിക്കുന്ന രീതിയാണെങ്കിലും കഴിക്കാനിരിക്കുന്ന സ്ഥലമാണെങ്കിലും ഇവിടെയൊക്കെ നമ്മൾ ഹൈജീനിക്കായിട്ട് സൂക്ഷിക്കണം. അതേപോലെ സ്റ്റോറേജ് ഓഫ് ദ ലെഫ്റ്റ് ഓവേഴ്സ്, ബാക്കിയുള്ള ഭക്ഷണ സാധനങ്ങൾ സ്റ്റോർ ചെയ്യുമ്പോഴും നമ്മൾ ആ വൃത്തി ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. What are the things to be considered in relation to the above mentioned aspects? Discuss and present them in the class. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോയിൻറ്റുമായി ബന്ധപ്പെട്ടിട്ട് എന്തൊക്കെ കാര്യങ്ങൾ നമ്മുടെ വീട്ടിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, അല്ലെങ്കിൽ നമ്മൾ ഫുഡ് കഴിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഈ ഹൈജീൻ പാലിക്കാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്നാണ് ഇനി ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് തന്നെയാണ് താഴെ കുറച്ച് പോയിൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അതിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ടിക്ക് ഇടാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ പോയിൻറ്റ്സ് ഒക്കെ നമുക്ക് അതിലും ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിൽ അതിൽ ടിക്ക് ഇടുക, നിങ്ങൾ ചെയ്യാറില്ല എന്നുണ്ടെങ്കിൽ അതിൽ ഇൻഡു ഇടുക കേട്ടോ. അതിലെന്തൊക്കെയാണ് കൊടുത്തിരിക്കണമെന്ന് പറയാം. ദ പ്ലേസസ് മാർക്കറ്റ്സ് ഫ്രം വേർ യു പർച്ചേസ് ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഫിഷ് ആൻഡ് മീറ്റ് ആർ ഹൈജീനിക്. നമ്മൾ എവിടെ നിന്നാണോ ഫ്രൂട്ട്സും വെജിറ്റബിൾസും മീറ്റും ഫിഷൊക്കെ വാങ്ങിക്കണം അവിടെ ഹൈജീനിക് ആണെന്ന് നോക്കാറുണ്ട്. അപ്പം നിങ്ങൾ ചെയ്യാറുണ്ടെങ്കിൽ ടിക്ക് ഇടുക അല്ലെങ്കിൽ ഇൻഡു ഇടുക കേട്ടോ. വെൻഡേഴ്സ് വെയർ ഗ്ലൗസ് ആൻഡ് മാസ്ക്, വിൽപ്പനക്കാർ ഗ്ലൗസും മാസ്കൊക്കെ ഉപയോഗിക്കാറുണ്ടോ എന്ന് വരുത്താറുണ്ട്. ദെൻ ഫുഡ് ഐറ്റംസ് ആർ കെപ്റ്റ് ക്ലീൻ ഇൻ ദ മാർക്കറ്റ്. ഫുഡ് ഐറ്റംസ് മാർക്കറ്റിൽ ക്ലീൻ ആയിട്ടാണ് സൂക്ഷിക്കുന്നത്. അതുപോലെ കവേർഡായിട്ട്, അടുത്ത പോയിന്റ് അതാണ്, ഫുഡ് ഐറ്റംസ് ആർ കെപ്റ്റ് കവർ ചെയ്ത് വെക്കുക, പൊതിഞ്ഞ് സൂക്ഷിക്കാറുണ്ടോ എന്ന് ചെക്ക് ചെയ്യാറുണ്ട്. പിന്നെ കുക്ക് ചെയ്യാൻ പ്യുവർ വാട്ടറാണ് ഉപയോഗിക്കാറ്. അതുപോലെ നൈഫ്സ്, യൂട്ടൻസിൽസ്, കട്ടിംഗ് ബോർഡ്, ഫുഡ് ഐറ്റംസ് ഇതൊക്കെ കഴുകിയതിന് ശേഷം മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ടിക്ക് ഇടാം കേട്ടോ.
അതേപോലെ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ഫിഷ്, മീറ്റ് അതൊക്കെ കഴുകിയതിന് ശേഷം മാത്രമാണ് കട്ട് ചെയ്യാറുള്ളൂ. ദെൻ നെക്സ്റ്റ് പേജിൽ കൊടുത്തിരിക്കുന്നത് ദ പ്രിപ്പയർഡ് ഫുഡ് ഈസ് കെപ്റ്റ് കവേർഡ്. പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഫുഡ് ഉണ്ടായി കഴിഞ്ഞാൽ അതെപ്പോഴും മൂടി വയ്ക്കാറുണ്ട്. അതേപോലെ തന്നെ ഭക്ഷണം വിളമ്പുന്നതിനും കഴിക്കുന്നതിനും മുമ്പ് കൈയൊക്കെ നല്ല സോപ്പ് ഉപയോഗിച്ച് കഴുകാറുണ്ട്. പിന്നെ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് പ്ലേറ്റ്സ് ഒക്കെ ക്ലീൻ ചെയ്യും. അതേപോലെ തന്നെ ഫുഡ് ഈസ് ടേക്കൺ നോട്ട് ലോങ് ആഫ്റ്റർ ഇറ്റ് ഈസ് കുക്ക്ഡ്. ഭക്ഷണം പാകം ചെയ്ത് വെച്ചിട്ട് ഒരുപാട് സമയം കഴിയുന്നതിന് മുമ്പ് തന്നെ ഭക്ഷണം കഴിക്കാറുണ്ട്. ദെൻ ഓൾ മെമ്പേഴ്സ് ഇൻ ദ ഹോം ടേക്ക് ഫുഡ് ടുഗെദർ അറ്റ് എ ഹൈജീനിക് പ്ലേസ്. ഒരു കുടുംബത്തിലെ എല്ലാവരും ഒരുമിച്ചിരുന്ന് നല്ല വൃത്തിയുള്ള സ്ഥലത്ത് വെച്ചിട്ടാണ് ഭക്ഷണം കഴിക്കാറുള്ളത്. ലെഫ്റ്റ് ഓവേഴ്സ് ആർ പ്രിസർവ്ഡ് ഓൺലി ഇഫ് ദേ ക്യാൻ ബി യൂസ്ഡ് ലേറ്റർ. അതായത് ബാക്കി വരുന്ന ഭക്ഷണ സാധനങ്ങൾ പിന്നീട് എടുക്കാൻ പറ്റുന്നതാണെങ്കിൽ മാത്രമാണ് എന്ത് ചെയ്യാറുള്ളൂ, പ്രിസർവ് ചെയ്ത് വെക്കാറുള്ളൂ. പല സമയത്ത് ഇത് നടക്കാറില്ല അല്ലേ. നമ്മൾ എന്തെങ്കിലും ഫുഡൊക്കെ ബാക്കി ഉണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ കയറ്റി വെക്കും. പിന്നെ ചിലപ്പോൾ നമ്മളത് എടുത്തില്ല എന്ന് വരും. അപ്പോൾ അത് വീണ്ടും അതിൻ്റെ ഉള്ളിലിരുന്ന് കേട് വന്നിട്ട് പിന്നീട് എടുത്ത് കളയേണ്ടി വരും. അപ്പോൾ നമ്മൾ എടുക്കുന്നുണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യുക, അതെടുത്ത് സൂക്ഷിച്ച് വയ്ക്കുക. ദ പ്ലേസ് വെർ ഫുഡ് ഈസ് സെർവ്ഡ് ഈസ് ക്ലീൻഡ് അപ്പ്. അപ്പോൾ ഭക്ഷണം വിളമ്പിയ സ്ഥലം കഴിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യാറുണ്ട്, ക്ലീൻ ചെയ്യാറുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ടിക്ക് ഇടുക കേട്ടോ. ദെൻ അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ സ്കോർ നോക്കുക. അപ്പോൾ സ്കോർ കുറവാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് മാറ്റം വരുത്തേണ്ടതെന്ന് മനസ്സിലാക്കിയിട്ട് ചെയ്യുക. ക്ലീൻ, സേഫ് ആൻഡ് ഹെൽത്തി ഫുഡ് ഇസ് അവർ റൈറ്റ്. കുക്കിംഗ് വിത്ത് ക്വാളിറ്റി ഇൻഗ്രീഡിയൻസ് എലോൺ വിൽ നോട്ട് ഗ്യാരണ്ടി quality food. Food can be healthy only if the place where food is stored, temperature and cooking method are apt. Only then can we maintain better health. അപ്പോൾ ക്ലീൻ ആയിട്ടും സേഫ് ആയിട്ടുള്ള ഭക്ഷണം കഴിക്കുക എന്ന് പറയുന്നത് നമ്മുടെ അവകാശമാണ്. അപ്പോൾ കുക്കിങ്ങിൻ്റെ ക്വാളിറ്റി ഇൻഗ്രീഡിയൻസ് വേണം. അത് മാത്രമല്ല വേണ്ടത്, പിന്നെ എന്തായിരിക്കും, എവിടെയാണ് ഫുഡ് ഉണ്ടാക്കുന്നത്, എവിടെയാണ് സ്റ്റോർ ചെയ്യുന്നത്, ആ സ്റ്റോർ ചെയ്യുന്ന ടെമ്പറേച്ചർ എന്താണ്, അതേപോലെ കുക്കിംഗ് മെത്തേഡ് എന്താണ്, ഇതൊക്കെ എന്തിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഹെൽത്തിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കണം. So far we have been discussing the measures to be taken to ensure this. Let's conduct a food fest at school considering all these criteria. പിന്നെ അതിനുശേഷം പറയുന്നത് നിങ്ങളുടെ സ്കൂളിൽ ഒരു ഫുഡ് ഫെസ്റ്റ് കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ അതിനുശേഷം ഓരോ ഇൻഡിവിജ്വൽ ഗ്രൂപ്പ്സ് ആക്കുന്നതും അതിന് അറേഞ്ച്മെൻറ്റ്സ് ചെയ്യേണ്ടതും എന്തൊക്കെ കാര്യങ്ങളാണ് ചെക്ക് ചെയ്യേണ്ടതെന്നും അല്ലെങ്കിൽ അറേഞ്ച് ചെയ്യേണ്ടതെന്നൊക്കെയാണ് പറയേണ്ടത്. അതിനെക്കുറിച്ചൊക്കെ നിങ്ങളുടെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, സോ നമുക്കിനി ലെറ്റസ് ആസ് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്, നമുക്കത് ആൻസർ ചെയ്യാം. വിച്ച് അഡൾട്രൻ ക്യാൻ പ്രോബബ്ലി ബി ആഡഡ് ടു പെപ്പർ. അതായത് പെപ്പറിൽ ചേർക്കാൻ പറ്റുന്ന ഒരു മായ എന്താണ്, ഒരു അഡൾട്രൻ്റ് എന്താണെന്നാണ് ചോദിക്കുന്നത്. നോക്കി നോക്കൂ, ഗ്രീൻ ഗ്രാം, ടാമറിൻ സീഡ്, പപ്പായ സീഡ്, ബംഗാൾ ഗ്രാം. ഇതിലേതാണ് പെപ്പറിനെ പോലെ ഇരിക്കുന്നത്? ഗ്രീൻ ഗ്രാം എന്ന് വെച്ചാൽ ചെറുപയറാണ്, ടാമറിൻ്റെ പുളിയുടെ സീഡ്, പുളിയുടെ കുരു, പപ്പായയുടെ കുരു, ബംഗാൾ ഗ്രാം എന്ന് പറയുമ്പോൾ വലിയ പയർ. അപ്പോൾ ഇതിലേതാണ് പെപ്പറിനെ പോലെ ഇരിക്കുന്നത്? പപ്പായ സീഡാണ്. പപ്പായ സീഡ് ഉണങ്ങിയത് കണ്ടാൽ ശരിക്കും കുരുമുളക് ഉണങ്ങിയതുപോലെ ഉണ്ടാവും. അപ്പോൾ ഇത് കുറച്ച് കുരുമുളകിൽ മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റില്ല, കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പോൾ അതൊരു അഡൾട്രൻ്റ് ആണ്. Then, can the ice cubes used in fish markets be used to prepare cool drinks? Why? ഇനി ഫിഷ് മാർക്കറ്റിൽ ഉപയോഗിക്കുന്ന ഐസ് ക്യൂബ്സ് വെച്ചിട്ട് നമുക്ക് കൂൾ ഡ്രിങ്ക്സ് ഉണ്ടാക്കാൻ ഉപയോഗിക്കാൻ പാടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അതൊരിക്കലും ചെയ്യരുത് അല്ലേ. കാരണം എന്താണ്, ഫിഷ് മാർക്കറ്റിൽ ഉപയോഗിക്കുന്ന ഐസ് ക്യൂബ്സിൽ എന്തുണ്ടാവും, അതിൽ അമോണിയം ക്ലോറൈഡ് പോലെയുള്ള കെമിക്കൽസ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് ഉപയോഗിക്കരുത്. സോ വി ക്യാൻ റൈറ്റ് നോ. ദ ഐസ് ക്യൂബ്സ് യൂസ്ഡ് ഇൻ ഫിഷ് മാർക്കറ്റ്സ് മേ കണ്ടെയ്ൻ കെമിക്കൽസ് ലൈക്ക് അമോണിയം ക്ലോറൈഡ് വിച്ച് ഈസ് ഹാർംഫുൾ ഫോർ അവർ ബോഡി. ദെൻ തേർഡ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ തിങ്സ് ടു ബി ടേക്കൺ കെയർ ഓഫ് വൈൽ യു പർച്ചേസ് ഫ്രൂട്ട്സ് ഫ്രം ദ ഷോപ്സ്. അപ്പോൾ ഇതിന് മുമ്പ് നമ്മൾ ഈ ടോപ്പിക്ക് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ കടയിൽ നിന്ന് ഫ്രൂട്ട്സ് വാങ്ങിക്കുമ്പോൾ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തൊക്കെ എഴുതാം? മേക്ക് ഷുവർ ദ ഫ്രൂട്ട് ഈസ് ഫ്രഷ് ആൻഡ് ക്ലീൻ. ദെൻ അവോയ്ഡ് ഫ്രൂട്ട്സ് വിത്ത് ഡാമേജ്ഡ് ഔട്ടർ സ്കിൻ. അവോയ്ഡ് ഫ്രൂട്ട്സ് വിത്ത് ടു സോഫ്റ്റ് ടെക്സ്ചർ. അവോയ്ഡ് ഫ്രൂട്ട്സ് വിത്ത് ഫൗൾ സ്മെൽ. നമ്മൾ ഓൾറെഡി പറഞ്ഞ പോയിൻ്റാണ് നേരത്തെ. ഓക്കെ, ദെൻ ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ, മിൽക്ക്, ടൊമാറ്റോ, ഫിഷ്, കുക്കുംബർ, ലേഡീസ് ഫിംഗർ ആൻഡ് മീറ്റ് ആർ ടു ബി കെപ്റ്റ് ഇൻ ദ റെഫ്രിജറേറ്റർ. ഔട്ട് ഓഫ് ദിസ് വിച്ച് ആർ ടു ബി കെപ്റ്റ് ഇൻ ഫ്രീസർ. അപ്പോൾ ഈ പറഞ്ഞ ലിസ്റ്റിലുള്ള സാധനങ്ങളിൽ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ ഫ്രീസറിൽ വെക്കേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ്, ഏതൊക്കെ വയ്ക്കാം ഫ്രീസറിൽ? ഫിഷും മീറ്റും നമുക്ക് ഫ്രീസറിൽ വെക്കാം അല്ലേ. ബാക്കി മിൽക്ക്, കുക്കുംബർ, ടൊമാറ്റോ അതൊക്കെ ഫ്രീസറിൽ വെക്കാൻ പറ്റുമോ? ഇല്ല, അത് ഫ്രീസറിൽ വെച്ചാൽ
പിന്നീട് അത് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ നമുക്ക് എവിടെ വയ്ക്കാം? സെക്കൻഡ് ക്വസ്റ്റ്യനിൽ എഴുതാം. വിച്ച് ആർ ടു ബി സ്റ്റോർഡ് ഇൻ കമ്പാർട്ട്മെൻറ്റ്സ് അതർ ദാൻ ഫ്രീസർ. മിൽക്ക്, ടൊമാറ്റോ, കുക്കുംബർ, ലേഡീസ് ഫിംഗർ, ഇതൊക്കെ നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് എഴുതാം. ഓക്കെ, സോ നമ്മൾ ഈ ചാപ്റ്ററിലെ എല്ലാ പോയിൻറ്റ്സും ഡിസ്കസ് ചെയ്തിരിക്കുന്നു. അതേപോലെ ലെറ്റസ് ക്വസ്റ്റ്യൻസ് നോക്കി. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സോ വേറെ എന്തെങ്കിലും നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻസിൽ അറിയിക്കാം. അതേപോലെ ഇത് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അതേപോലെ തന്നെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.